ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ എൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞ പോലെ ജാനുവരി 6 അതെൻ്റെ വർക്ക് ആനിവേഴ്സറിയാണ്. അപ്പം എങ്ങനെയാണ് ഞാൻ TCS ചെന്നൈയിൽ എത്തിപ്പെട്ടതെന്നുള്ള കാര്യം പറയാമെന്ന് വിചാരിച്ചു ഫസ്റ്റ് വീഡിയോയിൽ. അപ്പം 2019 ഒരു ഒക്ടോബറൊക്കെ ആയപ്പോൾ ഓഫർ ലെറ്റർ കിട്ടി. ഓഫർ ലെറ്റർ കിട്ടിയ അന്ന് തൊട്ട് എപ്പോഴായിരിക്കും ജോയിനിങ് എന്നും നോക്കിയിരിക്കുമായിരുന്നു. അതായത് ഈ ടെലിഗ്രാം ഗ്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു, TCSൻ്റെ ടെലിഗ്രാം ചാനൽ. അപ്പോൾ അതിലിങ്ങനെ അപ്ഡേറ്റ് വരും, ചിലർക്ക് ജോയിനിങ് ലെറ്റർ വന്നു, നവംബർ ഫസ്റ്റ് വീക്ക് ജോയിൻ ചെയ്യണം എന്നൊക്കെ. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട്, അവർക്കും ഒന്നും വന്നില്ല. ഞങ്ങളിങ്ങനെ ഡെയിലി ഇങ്ങനെ കാത്തിരിക്കും ജോയിനിങ് ലെറ്റർ വരെ. ഒട്ടും പ്രതീക്ഷിക്കാത്ത നേരത്തായിരുന്നു ജോയിനിങ് ലെറ്റർ വന്നത്. ലെറ്റർ വന്ന് എനിക്ക് കിട്ടിയത് ചെന്നൈ സിരിസേരി ആയിരുന്നു, ILP ലൊക്കേഷൻ. എല്ലാവരും എന്നോട് പറഞ്ഞു, ചെന്നൈയിൽ എന്താ ഉള്ളത് ഇപ്പം, ചെന്നൈ ഭയങ്കര കഷ്ടപ്പാടാണല്ലോ. എനിക്ക് പിന്നെ ഞാൻ നോക്കിയപ്പം ചെന്നൈ സിരിസേരി ക്യാമ്പസ് എന്ന് പറയുന്നത് ഏഷ്യാസ് വൺ ഓഫ് ദ ലാർജസ്റ്റ് IT പാർക്കാണ്. പിന്നെ TCSൻ്റെ ബിൽഡിങ്ങിൻ്റെ ആർക്കിടെക്ചർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബട്ടർഫ്ലൈ ആർക്കിടെക്ചറാണ്. അതൊക്കെ കണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ ചെന്നൈയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെന്നൈയിൽ പോയി, എൻ്റെ ചേട്ടൻ്റെ കൂടെ ചെന്നൈയിൽ പോയി. അവിടെ എത്തി, അവിടെ സ്റ്റേ ഒക്കെ സെറ്റാക്കി. ഫസ്റ്റ് ഡേ ജാനുവരി 6 എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടാളും കൂടി ഒരുമിച്ച് IT പാർക്കിലേക്ക് പോവാം. അടിപൊളിയായിരുന്നു. അതായത് ആ ഒരു ആർക്കിടെക്ചർ നല്ല രസമായിരുന്നു. പിന്നെ വലിയ ക്യാമ്പസാണ്. പിന്നെ ILP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം മലയാളികളായിരുന്നു. കുറേ മലയാളികളെ പിടിച്ച് ഒരു ബിൽഡിങ്ങിൽ കൊണ്ടുപോയിട്ട ഒരു അവസ്ഥയായിരുന്നു. പിന്നെ എല്ലാവർക്കും 2020 എന്ന് പറയുമ്പം കൊറോണ കഥകളാണ് പറയാനുണ്ടാവുക. പക്ഷേ ഞങ്ങളുടെ ചെന്നൈ ILPയും അവിടെ ഉണ്ടായിരുന്ന ഓരോരോ കാര്യങ്ങളും അവിടെ നമ്മൾ പോയ സ്ഥലങ്ങളും അതൊക്കെ ആയിരുന്നു സ്പെഷ്യലായിട്ട് തോന്നിയത്. ഫസ്റ്റ് ജോബ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഒരു അറ്റാച്ച്മെൻ്റ് ഉള്ളൊരു കാര്യമാണ്. പിന്നെ TCS അത്രയും വലിയൊരു ക്യാമ്പസിൽ കുറേ സ്ഥലം ഉണ്ടായിരുന്നു നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ക്യാമ്പസിൻ്റെ ഉള്ളിൽ തന്നെ നമ്മളിങ്ങനെ, ഞങ്ങൾക്ക് ഫോട്ടോ ഒന്നും എടുക്കാൻ അലൗഡ് അല്ല TCS ക്യാമ്പസിൻ്റെ ഉള്ളിൽ. അപ്പം നമ്മളിങ്ങനെ വിചാരിക്കും എപ്പോഴായിരിക്കും ഫോട്ടോ എടുക്കാൻ പറ്റുക, ഒരു ദിവസം എടുക്കണം, അങ്ങനെയുള്ള ഒരു കാര്യം ഇങ്ങനെ ചിന്തിച്ചിട്ടൊക്കെയായിരുന്നു നമ്മൾ നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ ആദ്യം 3 മാസമേ ഞങ്ങൾ TCS ചെന്നൈയിൽ ഉണ്ടായിട്ടുള്ളൂ. 3 മാസം നമ്മളെ അടിച്ചു പൊളിച്ചു. ശനി ഞായറൊന്നും ഞങ്ങൾ റെസ്റ്റ് എടുക്കാറില്ല. ആദ്യത്തെ ഒരു മാസം ശനിയാഴ്ചയൊക്കെ ILP ഉണ്ടായിരുന്നു. പിന്നെ ഫെബ്രുവരി ഒക്കെ ആയപ്പം ശനി ഞായറും ഫ്രീയാണ്. അപ്പോൾ എല്ലാ വീക്കെൻഡും നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോവും. പിന്നെ ECR ബീച്ച്, OMR ഫുഡ് സ്ട്രീറ്റ്, ഇതൊക്കെ നമ്മുടെ മെമ്മറീസിൽ എപ്പോഴും ഉണ്ടാവും. പിന്നെ മറീന മാൾ. എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും നമ്മൾ മറീന മാളിൽ പോകുന്നു, അവിടെ തേരാപ്പാര നടക്കുന്നു, തിരിച്ചു വരുന്നു. അപ്പോൾ കിട്ടുന്നൊരു ആശ്വാസം അത് ഭയങ്കര ഒരു നല്ലൊരു എന്താ പറയുക, നമ്മളുടെ സ്ട്രെസ് റിലീഫ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഫ്രണ്ട്സിൻ്റെ കൂടെ മറീന മാളിൽ പോവുക, മെക്ഡിന്ന് ഐസ്ക്രീം കഴിക്കുക, അത് കഴിഞ്ഞ് കഥ പറഞ്ഞ് ഞങ്ങൾ ഹോസ്റ്റലിലേക്ക് പോകുന്നു. അവിടുന്ന് ഫുഡ്, അവിടെയും കുറേ ഫ്രണ്ട്സ്, നോൺ മലയാളീസ് ആയിട്ടുള്ള കുറേ ആൾക്കാർ, അങ്ങനെ ഫുൾ എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു ILP ഡേയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ പെട്ടെന്നായിരുന്നു മാർച്ചിൽ ലോക്ക്ഡൗൺ ആയിട്ട് നാട്ടിൽ വന്നിട്ട് നമ്മൾ വിചാരിക്കുന്നത് ഒരു 2 വീക്സ് 3 വീക്സ് കഴിഞ്ഞ് നമുക്ക് തിരിച്ചു പോകാൻ പറ്റും. പക്ഷേ ഇതിങ്ങനെ വർക്ക് ഫ്രം ഹോം ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പിന്നെ TCS ചെന്നൈ തിരിച്ചു പോകാൻ എനിക്ക് പറ്റിയില്ല. എന്താ പറയുക, TCS ചെന്നൈയിൽ നിന്ന് പ്രൊജക്റ്റൊക്കെ മാറി എനിക്ക് കൊച്ചിയിലേക്ക് ട്രാൻസ്ഫർ കിട്ടി. പിന്നെ കൊച്ചി ഓഫീസിലേ എനിക്ക് പോകേണ്ടി വന്നുള്ളൂ. പക്ഷേ ഇപ്പോഴും ആലോചിക്കുമ്പം TCS ചെന്നൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ILP ഡേയ്സും ആ ഒരു ഫസ്റ്റ് ജോബിൻ്റെ ആ ഒരു ഫ്രഷ്നെസ് ഒക്കെ ഉള്ളൊരു